2021 ജെഇയുടെ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ നിങ്ങൾ ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനും അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനും നിങ്ങൾ ഉപയോഗിക്കേണ്ട സൈറ്റ് jemain.nta.nic.in എന്നുള്ള സൈറ്റാണ്. അപ്പോൾ jemainൻ്റെ സൈറ്റിൽ എൻ്റർ ചെയ്താൽ നിങ്ങൾക്ക് ഈ ആപ്ലിക്കേഷൻ്റെ പ്രോസസ്സുകൾ ചെയ്യാൻ സാധിക്കും. അതിൻ്റെ അവസാന ഡേറ്റ്, ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ജനുവരി 16 എന്നാൽ നിങ്ങൾക്ക് 17 തീയതി വരെ ഫീ പേ ചെയ്യാൻ പറ്റും. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 16 ജനുവരിയാണ് എന്നുള്ളത് ഓർക്കുക. അതിൽ ഫീസിൻ്റെ ഡീറ്റെയിൽ നോക്കിയാൽ നിങ്ങൾക്ക് അല്ലെങ്കിൽ BTech കോഴ്സാണെങ്കിൽ അതെ, അല്ലെങ്കിൽ BArc, പ്ലാനിങ് ഇതിലേതെങ്കിലും ഒന്നാണ് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതെങ്കിൽ ജനറൽ കാറ്റഗറിയിലോ അല്ലെങ്കിൽ EWS കാറ്റഗറിയിലോ OBC കാറ്റഗറിയിലോ പെട്ട ആൺകുട്ടികൾ 650 രൂപ അടയ്ക്കുമ്പോൾ പെൺകുട്ടികൾക്ക് 325 രൂപ അടച്ചാൽ മതിയാവും. എന്നാൽ SC ST ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് കുട്ടികൾ അതുപോലെ ട്രാൻസ്ജെൻഡേഴ്സിനൊക്കെ 325 രൂപ. ഈ SC ST PWD കാൻഡിഡേറ്റ് അതേപോലെ തന്നെ ഈ കാറ്റഗറിയിൽപ്പെട്ട പെൺകുട്ടികൾക്കും ജനറൽ കാറ്റഗറിയിലും EWSലും OBCയിലും പെട്ട പെൺകുട്ടികൾക്കും ഒക്കെ 325 രൂപ തന്നെയാണ് ഫീസ്. അതായത് 650 രൂപ ഫീ പേ ചെയ്യേണ്ടത് ആൺകുട്ടികൾ മാത്രമാണ്. അത് ഏത് കാറ്റഗറിയിലാണെന്ന് കൂടി ഓർമ്മിപ്പിക്കുന്നു. ജനറൽ കാറ്റഗറിയിലും EWSലും OBCയിലും ഒക്കെ വരുന്നവർക്കാണ് ഈ 650 രൂപ. ബാക്കി എല്ലാവർക്കും 325. അതിലൊരു പേപ്പർ മാത്രം എഴുതാൻ. എന്നാൽ ഒന്നിൽ കൂടുതൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നിങ്ങൾ BEയും BArcഉം എഴുതുന്നുണ്ട്, അല്ലെങ്കിൽ BEയും BArcഉം പ്ലാനിങ്ങും ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ, എല്ലാം കൂടെ എഴുതുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ എക്സാം അറ്റൻഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്രയാണോ ഫീസ് അടയ്ക്കാൻ മുമ്പ് പറഞ്ഞത് അതിൻ്റെ ഇരട്ടി 650 അടയ്ക്കേണ്ട കുട്ടികൾ 1300 അടയ്ക്കുക, 325 അടയ്ക്കേണ്ട കുട്ടികൾ 650 അടയ്ക്കുക. ഇതാണ് ഫീസിൻ്റെ ഡീറ്റെയിൽ. ഇതിൽ ബാക്കി ഡീറ്റെയിൽസ്, അതായത് നിങ്ങൾ കൊടുത്ത ഡോക്യുമെൻറ്റുകളുടെ കറക്ഷൻസൊക്കെ ജനുവരി 19 മുതൽ ജനുവരി 21 വരെയാണ് സമയം. എക്സാം 4 സെഷനായിട്ടാണ്. ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ, മെയ് മാസങ്ങളിലാണ്. ഫെബ്രുവരിയിൽ 23 മുതൽ 26 വരെയും, മാർച്ച് 15 മുതൽ 18 വരെയും, ഏപ്രിൽ 27 മുതൽ 30 വരെയും, മെയ് 24 മുതൽ 28 വരെയുമാണ് എക്സാമിൻ്റെ സെഷൻ. ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് 4 കാര്യങ്ങൾ, 4 സ്റ്റെപ്പായിട്ടാണ് ആപ്ലിക്കേഷൻ. ഒന്നാമത്തേത്, നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനിൽ രജിസ്റ്റർ ചെയ്യുക. അതായത് ഓൺലൈൻ രജിസ്ട്രേഷന് വേണ്ടി നിങ്ങൾ നിങ്ങളുടെ ഇമെയിലും മൊബൈൽ നമ്പറും ഉപയോഗിച്ചാണ് രജിസ്റ്റർ ചെയ്യേണ്ടത്. അതാണ് സ്റ്റെപ്പ് നമ്പർ 1. രണ്ടാമത്തെ സ്റ്റെപ്പിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോമിൽ ചോദിച്ചിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസിൻ്റെയും ആൻസർ, നിങ്ങളുടെ പേര്, അച്ഛൻ്റെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. അതായത് ഈ ആപ്ലിക്കേഷൻ ഫോമിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കംപ്ലീറ്റ് നിങ്ങൾ ഫില്ല് ചെയ്യുക. അതിൻ്റെ എൻഡിൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ നമ്പർ കിട്ടും. ആ ആപ്ലിക്കേഷൻ നമ്പറും എടുക്കുക. ഇതാണ് സ്റ്റെപ്പ് 2. സ്റ്റെപ്പ് 3ൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇമേജസ് അപ്ലോഡ് ചെയ്യുക. അതിൽ നിങ്ങളുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ, ക്ലിയർ പാസ്പോർട്ട് സൈസ് ഫോട്ടോ ആയിരിക്കണം. അങ്ങനെയുള്ള പാസ്പോർട്ട് സൈസ് ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യണം. അതിൻ്റെ സൈസ് 10 KB തുടങ്ങി 200 KB വരെ സൈസ് ഉണ്ടാകാവൂ. അതിന് മുകളിലേക്ക് പോകാൻ പാടില്ല. പിന്നീട് മാസ്ക് ഇല്ലാത്ത ഫോട്ടോ ആയിരിക്കണം. ഫേസ് ക്ലിയർലി വിസിബിൾ ആയിരിക്കണം. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അങ്ങനെയുള്ള ഇൻസ്ട്രക്ഷൻസ് പറഞ്ഞിട്ടുണ്ട്. പിന്നെയുള്ളത് കാൻഡിഡേറ്റിൻ്റെ സിഗ്നേച്ചറാണ്. അത് 4 KB തുടങ്ങി 30 KBക്കുള്ളിൽ നിൽക്കുന്ന സൈസായിരിക്കണം സിഗ്നേച്ചർ. അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്ന കുട്ടികൾ റിസൾട്ട് അവൈറ്റഡ് അറ്റസ്റ്റേഷൻ ഫോം അതും ഫില്ല് ചെയ്ത് ആ ഒരു ഫോമും 50 KBയിലും 500 KBയിലും ഉള്ളിൽ നിൽക്കുന്ന സൈസായിരിക്കണം. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവർക്ക് മാത്രമാണിത്. ബാക്കിയുള്ളവർക്ക് ആ പ്രശ്നങ്ങളില്ല. പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ്, SC ST അല്ലെങ്കിൽ OBC EWS കാറ്റഗറികൾ, അവരുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അത് തഹസിൽദാരോട് വാങ്ങണം. ആ സർട്ടിഫിക്കറ്റ് 50 KBയിലും 300 KBക്കും ഉള്ളിലുള്ള സൈസിലായിരിക്കണം. അതും സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യണം. പിന്നെ ഫിസിക്കലി ഡിസേബിൾഡ് കാൻഡിഡേറ്റ് അവരുടെ സർട്ടിഫിക്കറ്റും അപ്ലോഡ് ചെയ്യണം. അത് 50 മുതൽ 300 KB വരെയാണ് അതിൻ്റെ സൈസ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സ്റ്റെപ്പ് നമ്പർ 3 കംപ്ലീറ്റ് ആവും. സ്റ്റെപ്പ് നമ്പർ 4ൽ നിങ്ങൾ നിങ്ങളുടെ ഫീ പേ ചെയ്യുക. അതോടെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ പ്രോസസ്സ് കംപ്ലീറ്റ് ആവും. ഇങ്ങനെ 4 സ്റ്റെപ്പായിട്ടാണ് ആപ്ലിക്കേഷൻ. ഇതിൽ ഞാൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജെഇയുടെ സൈറ്റിൽ കയറുമ്പോൾ ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ളതാണ് ചൂസ് ചെയ്യേണ്ടത്. ന്യൂ രജിസ്ട്രേഷൻ ചൂസ് ചെയ്ത് നിങ്ങളതിൽ ഇമെയിൽ IDയും മൊബൈൽ നമ്പറും ഒക്കെ കൊടുത്ത് സ്റ്റെപ്പ് നമ്പർ 1 കംപ്ലീറ്റ് ചെയ്യുക. സ്റ്റെപ്പ് നമ്പർ 1 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1ൻ്റെ പ്രൊസീജിയേഴ്സാണിത്. അപ്പോൾ നിങ്ങൾക്ക് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കാണിക്കും. ഇതെല്ലാം എഗ്രി ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അടുത്ത പേജിലേക്ക് പോകാം. അപ്പോൾ അതിൽ ഈ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം അതിൽ കൊടുത്തിട്ടുണ്ട്.
പിന്നീട് നിങ്ങളുടെ ഓൺലൈൻ അല്ലെങ്കിൽ ഇപ്പോൾ സ്റ്റെപ്പ് നമ്പർ 1 കഴിഞ്ഞു. സ്റ്റെപ്പ് നമ്പർ 2 നിങ്ങളുടെ കാൻഡിഡേറ്റിൻ്റെ പേര്, അച്ഛൻ്റെ പേര്, അമ്മയുടെ പേര്, അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഉണ്ട്. നിങ്ങളുടെ അഡ്രസ്സ് ഇതെല്ലാം കൊടുക്കുക. ഇതെല്ലാം കൊടുത്ത് ഈ കൂടെ നിങ്ങളുടെ സെൻറ്റർ ഓപ്ഷൻസൊക്കെ ചൂസ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇതാണ് സ്റ്റെപ്പ് നമ്പർ 2 വരുന്നത്. സ്റ്റെപ്പ് നമ്പർ 2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, സ്റ്റെപ്പ് നമ്പർ 2 എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ് ചെയ്തു. നിങ്ങൾ ഓൾറെഡി പാസ്സായ കുട്ടികളാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് ഡീറ്റെയിൽസ്, റിസൾട്ട് അവൈറ്റഡ് ആണെങ്കിൽ നേരത്തെ ഞാൻ പറഞ്ഞു സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതിയാവും. അങ്ങനെ സ്റ്റെപ്പ് നമ്പർ 2 കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം, സ്റ്റെപ്പ് നമ്പർ 2 കംപ്ലീറ്റ് ആയാൽ പിന്നീട് നിങ്ങളുടെ അപ്ലോഡ് ചെയ്യേണ്ട ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാനുള്ള KB സൈസ് സ്പെസിഫിക്കലി അവിടെ വീണ്ടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ തന്നെ ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, ഡോക്യുമെൻറ്റുകൾ ഒക്കെ അപ്ലോഡ് ചെയ്യുക. അതോടെ 3ാമത്തെ സെക്ഷൻ കഴിയും. 4ാമത്തെ സെഷനിൽ നിങ്ങൾ ഫീ പേ ചെയ്യണം. ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ എത്രയാണ് ഫീ പേ ചെയ്യേണ്ടത് എന്ന് താഴെ നിങ്ങൾക്ക് മെസ്സേജ് ഉണ്ടാവും. ആ ഫീ നിങ്ങൾ പേ ചെയ്യുക. അത്രയും പേ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ 4 സ്റ്റെപ്പും കംപ്ലീറ്റ് ആവും. അപ്പോൾ ഓൺലൈൻ പേയ്മെൻറ്റ് കൂടി കംപ്ലീറ്റ് ആവുന്നതോടെ നിങ്ങളുടെ 4 സ്റ്റെപ്പും കംപ്ലീറ്റ് ആവും. നിങ്ങൾ പേ ചെയ്യുന്നതിൻ്റെ സ്ലിപ്പ് സേവ് ചെയ്ത് വെക്കാൻ ഓർക്കുക. ദെൻ ഇതെല്ലാം കംപ്ലീറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു കൺഫർമേഷൻ പേജ് കിട്ടും. ഈ കൺഫർമേഷൻ പേജ് നിർബന്ധമായിട്ടും നിങ്ങൾ ഡൗൺലോഡ് ചെയ്ത് പ്രിൻ്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കണം. പിന്നീടുള്ള ആവശ്യങ്ങൾക്ക് ഈ കൺഫർമേഷൻ പേജ് മസ്റ്റ് ആയതുകൊണ്ട് ഈ കൺഫർമേഷൻ പേജ് നിർബന്ധമായിട്ടും എടുത്തു വയ്ക്കണം. ഇത്രയും കാര്യങ്ങളാണ് ആപ്ലിക്കേഷൻ്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഈ വീഡിയോയുടെ എൻഡിൽ ഞാൻ എൻ്റെ നമ്പർ കൊടുക്കാം, അതിലേക്ക് കോൺടാക്ട് ചെയ്താൽ മതി.